ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ILGMS സൈറ്റ് വഴി എങ്ങനെ മരണ രജിസ്ട്രേഷന് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ശേഷം വരുന്ന പേജിൽ ILGMS എന്ന് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ സിറ്റിസൺ സർവീസ് പോർട്ടൽ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുക. ശേഷം പ്രൊസീഡ് ചെയ്ത് വരുന്ന ഹോം പേജിൽ ആദ്യം പുതിയതായിട്ടൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിനായി ഏറ്റവും മുകളിലെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം വരുന്ന പേജിൽ ഏറ്റവും താഴെയുള്ള ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം തുടരുക എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ആധാർ കാർഡിലുള്ളതുപോലെ പേരും ആധാർ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ക്യാപ്ച കോഡ് കൊടുത്ത് അക്കൗണ്ട് സൃഷ്ടിക്കുക എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പേജിൻ്റെ ഏറ്റവും മുകളിലുള്ള ലോഗിൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന പാസ്വേഡും കൊടുത്തിട്ടാണ് ക്യാപ്ചയും അടിച്ച് ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്ത് വരുന്ന ഹോം പേജിൽ ആദ്യം അപേക്ഷകൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. വിവരങ്ങൾ കൊടുത്തതിന് ശേഷമാണ് ഇതുപോലൊരു ഹോം പേജ് നമുക്ക് ലഭിക്കുക. ഞാനിവിടെ മരണ രജിസ്ട്രേഷനാണ് ഇന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണം പുതിയ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ശേഷം അപേക്ഷകൻ്റെ ജില്ല, ഓഫീസിൻ്റെ തരം, ഓഫീസിൻ്റെ പേര്, അപേക്ഷയുടെ അല്ലെങ്കിൽ അപേക്ഷകൻ്റെ തരം ഏതാണെന്ന് കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാനിവിടെ ജില്ലയും ഓഫീസിൻ്റെ തരം ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മരണ രജിസ്ട്രേഷനുകളാണ് ILGMSൻ്റെ സൈറ്റ് വഴി ചെയ്യാൻ സാധിക്കുന്നത്. ഓഫീസിൻ്റെ പേര് എന്നുള്ള ഭാഗത്ത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് മരണം നടന്നിരിക്കുന്നത് എന്നുള്ള രജിസ്ട്രേഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. മരിക്കുന്ന സമയത്ത് അപേക്ഷകൻ സ്വന്തം പഞ്ചായത്തിലല്ല മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണം നടന്നിരിക്കുന്നതെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന ലോക്കൽ ബോഡി, അതായത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് ഏതാണോ ആ പഞ്ചായത്തിൻ്റെ പേരാണ് അപേക്ഷ സെലക്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടത്. അപേക്ഷയുടെ തരം എന്നുള്ള ഓപ്ഷനിൽ ഒരു വ്യക്തി സമർപ്പിക്കുന്നതാണെങ്കിൽ വ്യക്തിഗതം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപേക്ഷയുടെ വിഭാഗം എന്നുള്ള ഓപ്ഷനിൽ പൊതുവിഭാഗം എന്നോ അതല്ല എങ്കിൽ അപേക്ഷകൻ്റെ കാറ്റഗറി ഏതാണോ അത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സേവ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന പേജിൽ അതെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശരി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്തത് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ശേഷം വരുന്ന പേജിൽ ആരാണോ മരണം രജിസ്ട്രേഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത്, മരിച്ച വ്യക്തിയല്ല, മരണം രജിസ്ട്രേഷൻ ചെയ്യാൻ വന്നിരിക്കുന്ന വ്യക്തിയുടെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. തിരിച്ചറിയൽ രേഖയായിട്ട് ആധാർ കൊടുക്കാവുന്നതാണ്. ആധാറിൻ്റെ നമ്പർ, അപേക്ഷകൻ്റെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, സ്ഥിര മേൽവിലാസം തുടങ്ങിയ വിവരങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ഓൾറെഡി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത വ്യക്തി തന്നെയാണ് അപേക്ഷകനെങ്കിൽ പ്രൊഫൈലിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അതെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് പ്രൊഫൈലിലെ ഡീറ്റെയിൽസ് തന്നെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും, അതായത് സ്ഥിര മേൽവിലാസവും അപേക്ഷകൻ്റെ ഇടപാടുകൾക്കുള്ള മാർഗവും ഒരേപോലെ തന്നെയാണെങ്കിൽ സെയിം ആസ് എന്നുള്ള ഓപ്ഷൻ, ഒരുപോലെ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൊടുത്തിരിക്കുന്ന വിവരങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ സേവ് എന്ന് കൊടുക്കുക. ശേഷം അതേ എന്ന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകാവുന്നതാണ്. ജില്ല, ലോക്കൽ ബോഡി, അതായത് മരണം നടന്നിരിക്കുന്ന ലോക്കൽ ബോഡി ഏതാണെന്നും ആ ലോക്കൽ ബോഡിയുടെ പേരും, രജിസ്ട്രേഷൻ ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ ഡെത്ത് രജിസ്ട്രേഷൻ എന്നും ഡേറ്റ് ഓഫ് ഡെത്ത് എന്നുള്ള ഓപ്ഷനിൽ മരണം നടന്നിരിക്കുന്ന ഡേറ്റും കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇംഗ്ലീഷിലും മലയാളത്തിലും വെബ്സൈറ്റ് അവൈലബിൾ ആണ്. ഏറ്റവും മുകളിലെ ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാറ്റി നമുക്ക് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ മലയാളം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം വരുന്ന ഭാഗത്ത് അപേക്ഷകൻ്റെ അഥവാ മരണപ്പെട്ട വ്യക്തിയുടെ വിവരങ്ങളൊക്കെ കൊടുക്കുകയാണ് വേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. മരണം നടന്ന തീയതി അറിയാമെങ്കിൽ തീയതി കൃത്യമായി കൊടുത്തതിന് ശേഷം സമയവും കൃത്യമായി കൊടുക്കുക. മരണപ്പെട്ടയാളുടെ പൂർണ്ണമായ പേര് ആണ് അടുത്തത് കൊടുക്കേണ്ടത്. കാറ്റഗറി ഏതാണെന്നുള്ളത് കൊടുക്കുക. പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തതിന് ശേഷം മരിച്ച വ്യക്തിയുടെ ജെൻഡർ കൊടുക്കുക. മരണപ്പെട്ട വ്യക്തിയുടെ പ്രായം, വയസ്സ് എത്രയാണെന്ന് കൊടുക്കുക. അതുപോലെ തന്നെ മരണമടഞ്ഞ വ്യക്തിയുടെ ആധാർ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ രക്ഷിതാവിൻ്റെ വിവരങ്ങൾ കൊടുക്കണം. അച്ഛൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വിവരങ്ങൾ കൊടുക്കുക. മലയാളം കീബോർഡ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കോപ്പി പേസ്റ്റും വർക്കിംഗ് ആണ്. ഗൂഗിളിൽ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ മലയാളം ടൈപ്പിംഗ് എന്ന് കൊടുത്തതിന് ശേഷം മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കോപ്പി ചെയ്ത് സൈറ്റിലേക്ക് പേസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതല്ല എങ്കിൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും താഴെ ലാംഗ്വേജ് ഓപ്ഷൻ കാണിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കീബോർഡ്
സിസ്റ്റത്തിൽ ആഡ് ചെയ്ത് കൊടുത്തും മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മരണപ്പെട്ട വ്യക്തിയുടെ പ്രായം കൊടുക്കുന്ന സമയത്ത് സൈറ്റിൽ ദിവസം, മണിക്കൂർ, മാസം, വർഷം എന്നുള്ള ഓപ്ഷനുണ്ട്. വർഷം എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അപേക്ഷകൻ്റെ വയസ്സ് കൃത്യമായി കൊടുത്താൽ മതി. അച്ഛൻ്റെ പേരാണ് കൊടുക്കുന്നതെങ്കിൽ അച്ഛൻ്റെ പേര് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൊടുക്കുന്ന വിവരങ്ങളൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അമ്മയുടെ വിവരങ്ങളും കൊടുക്കേണ്ടതാണ്. വിവരങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള സേവ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിനുശേഷം വരുന്ന പേജിൽ മരണപ്പെട്ടയാളുടെ സ്ഥിരമായ മരണം നടന്ന അതേ പഞ്ചായത്തിൽ തന്നെയാണ് അപേക്ഷകന്റെ സ്ഥിരമായ മേൽവിലാസമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ളിൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. മറ്റൊരു പഞ്ചായത്താണ് ചോദിച്ചിരിക്കുന്ന മറ്റു വിവരങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൃത്യമായി കൊടുക്കണം. മരണസമയത്തെ വിലാസവും ഇതുപോലെ കൃത്യമായിട്ട് കൊടുക്കുക. മരണസമയത്തെ വിലാസം സെയിം തന്നെയാണെങ്കിൽ സ്ഥിര മേൽവിലാസം പോലെ തന്നെ എന്ന് കൊടുത്ത് പ്രൊസീഡ്. വരുന്ന പ്ലേസിൽ മരണസ്ഥലമാണ് കൊടുക്കേണ്ടത്. വീട്ടിൽ വെച്ചല്ല മറ്റുള്ള സ്ഥലത്താണ് നടന്നിരിക്കുന്നതെങ്കിൽ മറ്റുള്ളവ എന്ന് കൊടുക്കുക. ഹോസ്പിറ്റലാണെങ്കിൽ മറ്റു പൊതുസ്ഥലങ്ങൾ എന്നുള്ള ഓപ്ഷനാണ്. മരണം നടന്നിരിക്കുന്ന വാർഡും അതുപോലെ തന്നെ എവിടെ വെച്ചാണ് മരണം നടന്നിരിക്കുന്നതെന്നും കൃത്യമായി കൊടുക്കേണ്ടതാണ്. വിവരങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം സേവ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യുക. വീട്ടിൽ വെച്ചാണ് മരണം നടന്നതെങ്കിൽ വീടെന്ന് കൊടുത്തതിന് ശേഷം അഡ്രസ്സ് കൊടുക്കുക. ശേഷം സേവ് ചെയ്യുക. ശേഷം വരുന്ന ഭാഗത്ത് വിവരം നൽകുന്ന വ്യക്തിയുടെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. അതായത് ആരാണോ അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തി ആരാണോ അവരുടെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. മരിച്ച വ്യക്തിയുടെ അല്ല, മരണം രജിസ്റ്റർ ചെയ്യാൻ വന്നിരിക്കുന്ന വ്യക്തിയുടെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കുക. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ വന്നിരിക്കുന്ന വ്യക്തിയുടെ ആധാർ നമ്പർ അവൈലബിൾ ആണെങ്കിൽ ആധാർ നമ്പർ കൊടുക്കുക. ആധാർ നമ്പർ ഇല്ല എങ്കിൽ ആധാർ നമ്പർ ഇല്ല എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. വിവരം നൽകുന്ന വ്യക്തിയുടെ മേൽവിലാസം കൊടുക്കുക. വിവരം നൽകുന്ന വ്യക്തിയുടെ മേൽവിലാസത്തിൻ്റെ വിവരങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചായത്ത് പരിധിക്കുള്ളിൽ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ, അതായത് അപേക്ഷ സമർപ്പിക്കുന്ന പഞ്ചായത്ത് പരിധിക്കുള്ളിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ളിൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതല്ല മറ്റൊരു പഞ്ചായത്താണെങ്കിൽ കേരളത്തിനുള്ളിൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സ്ഥിര മേൽവിലാസം പോലെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ സ്ഥിര മേൽവിലാസം പോലെ തന്നെ എന്ന് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അഡ്രസ് വിവരങ്ങൾ കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ മരിച്ച വ്യക്തി ഉൾപ്പെടുന്ന സ്ഥലം ഏതാണെന്നുള്ളത് കൊടുക്കുക. ഒരു പഞ്ചായത്ത് പരിധിയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ളിൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഡിഫോൾട്ടായിട്ട് ഗ്രാമപഞ്ചായത്ത് എന്ന് വരുന്നതാണ്. ശേഷം അവരുടെ മതം ഏതാണെന്ന് കൊടുക്കുക. മരിച്ച വ്യക്തിയുടെ തൊഴിലിൻ്റെ വിവരങ്ങൾ കൊടുക്കുക. മരിച്ച വ്യക്തി തൊഴിലൊന്നും ചെയ്യാത്തതാണെങ്കിൽ മരണപ്പെട്ടയാളുടെ തൊഴിൽ ലഭ്യമല്ല എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. കൃഷി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കൃഷിക്കാരൻ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. കൃഷിക്കാരൻ എന്ന് കൊടുക്കുക. ഉപവിഭാഗം എന്നുള്ള ഓപ്ഷനിൽ കർഷകൻ എന്ന് കൊടുക്കുക. എന്ത് തൊഴിലാണ് ചെയ്തിരുന്നതെന്ന് കൊടുക്കുക. മരണസമയത്തിന് മുൻപ് ഏത് തരത്തിലുള്ള വൈദ്യസഹായമാണ്, അതായത് വൈദ്യ ശുശ്രൂഷയാണ് ലഭിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ലഭിച്ചിട്ടുണ്ടെങ്കിൽ ലഭിച്ചിട്ടുണ്ടെന്ന് കൊടുക്കുക. ഇല്ല എങ്കിൽ വൈദ്യ ശുശ്രൂഷ ലഭിച്ചിട്ടില്ല എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളതെങ്കിൽ വൈദ്യസഹായം ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെ കൊടുക്കുക. മരണകാരണം വൈദ്യശാസ്ത്രപരമായി തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് ഉണ്ട് എന്ന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അപേക്ഷകൻ്റെ മരണം ഏത് തരത്തിലുള്ളതാണെന്നാണ് കൊടുക്കേണ്ടത്. സൈറ്റിൽ എല്ലാവിധ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപകടങ്ങൾ എന്നുള്ള ഓപ്ഷനിൽ പല വിധത്തിലുള്ള അപകടങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് ആക്സിഡൻറ്റ് അതുപോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ തരം തിരിച്ചിട്ടില്ലാത്ത മറ്റു ബാഹ്യ കാരണങ്ങൾ എന്നുള്ള ഓപ്ഷനിൽ മറ്റുള്ളവ എന്നുള്ള കാര്യം കൊടുത്തതിന് ശേഷം എന്ത് തരത്തിലുള്ളതാണ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അവയവങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ പ്രത്യേക അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ എന്നുള്ള ഓപ്ഷനിൽ വൃക്കരോഗം അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപേക്ഷകൻ ഏത് തരത്തിലുള്ള കാറ്റഗറിയിൽ ഉൾപ്പെട്ടാണോ മരണമടഞ്ഞിരിക്കുന്നത് ആ വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. മറ്റ് ആന്തരിക കാരണങ്ങൾ എന്നുള്ള ഓപ്ഷനിനകത്താണ് വാർദ്ധക്യം മൂലം എന്നുള്ളത് വരുന്നത്. ഇവിടെ ഞാൻ വാർദ്ധക്യം എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്.
അതുപോലെ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ മറ്റ് ബാഹ്യ കാരണങ്ങൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കാവുന്നതാണ്. അതുപോലെ സാംക്രമിക രോഗങ്ങൾ, പനി, അതുപോലെ മറ്റെന്തെങ്കിലും അസുഖം മൂലമാണ് മരിച്ചിരിക്കുന്നതെങ്കിൽ സാംക്രമിക രോഗങ്ങൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ മറ്റ് ആന്തരിക കാരണങ്ങൾ എന്നുള്ള ഓപ്ഷനിൽ വാർദ്ധക്യം എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അതായത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. എസ് അല്ലെങ്കിൽ നോ അഥവാ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ശേഷം സേവ് ചെയ്യുക. ശരി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പൊതുവായ കുറിപ്പുകൾ എന്നുള്ള ഓപ്ഷനിനകത്ത് എന്ത് വിധത്തിലുള്ള രജിസ്ട്രേഷനാണ് ചെയ്യുന്നതെന്ന് കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കാവുന്നതാണ്. ശരി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സമർപ്പിക്കുക എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജ് ചെക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പേജിൻ്റെ താഴെയായിട്ട് അപേക്ഷയുമായി ബന്ധപ്പെട്ട വാർഡ്, അതായത് അപേക്ഷ സമർപ്പിക്കുന്ന വാർഡ് ഏതാണെന്നും കത്തിടപാടുകൾക്കുള്ള മാർഗം എന്നുള്ള ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ ഇൻബോക്സ് എന്ന് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. വിവരങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാവുന്നതാണ്. ശേഷം സമർപ്പിക്കുക എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷ സമർപ്പിച്ച് പ്രൊസീഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു ഡിക്ലറേഷൻ്റെ പേജ് വരുന്നതാണ്. കൊടുത്തിരിക്കുന്ന വിവരങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് ക്യാപ്ച കോഡ് അടിച്ചതിന് ശേഷം അപേക്ഷ കൺസേൺ ലോക്കൽ ബോഡിയിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. സമർപ്പിച്ച അപേക്ഷ സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്നറിയാൻ ഏറ്റവും മുകളിൽ ILGMSൻ്റെ ലോഗോ കാണിക്കുന്ന ഭാഗത്തുള്ള 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് സമർപ്പിച്ചിട്ടുള്ള റഫറൻസ് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് നിലവിലെ വിവരങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്രൂവലായ സർട്ടിഫിക്കറ്റുകൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കയറിയതിനു ശേഷം ഇൻബോക്സിൽ മറ്റ് കത്തിടപാടുകൾ എന്നുള്ള ഓപ്ഷൻ വഴിയാണ്. അതല്ല എങ്കിൽ ക്വിക്ക് സർട്ടിഫിക്കറ്റ് സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ മരിച്ച വ്യക്തിയുടെ പേരിൻ്റെ ആദ്യത്തെ 3 അക്ഷരം മാത്രം ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സിലും മരിച്ച വ്യക്തിയുടെ ജെൻഡറും മരണം നടന്ന തീയതിയും ലോക്കൽ ബോഡി ഡീറ്റെയിൽസും കൊടുത്താലും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.